നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കുവൈറ്റിലെ ഊർജ്ജ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. പ്ലാന്റിലെ സർവീസ് കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെട്ടു. കുവൈറ്റ് ഊർജ്ജ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കൊല്ലപ്പെട്ടയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആക്രമണത്തിൽ പ്ലാന്റിലെ കെട്ടിടത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെ വൈദ്യുതി ജലവിതരണത്തെ ഇത് ബാധിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾ സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു. സംഭവത്തെക്കുറിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒരു മാസം മുൻപ് മേഖലയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ കുവൈറ്റിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മാത്രം കുവൈറ്റ് വ്യോമാതിർത്തിയിൽ 14 മിസൈലുകളും 12 ഡ്രോണുകളും കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ ഒരു സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 10 സൈനികർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അതിനിടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇറാഖിലെ ജനങ്ങൾക്ക് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി നന്ദി അറിയിച്ചു. ഇറാഖിലെ പരമോന്നത മതനേതൃത്വവും ജനങ്ങളും നൽകുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഇറാഖിലെ പ്രമുഖ ഷിയ പാർട്ടിയായ ഇസ്ലാമിക് സുപ്രീം കൗൺസിൽ ഓഫ് ഇറാഖ് പ്രതിനിധികളും ബാഗ്ദാദിലെ ഇറാനിയൻ അംബാസിഡറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം പുറത്തുവന്നത്. മേഖലയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായാണ് കുവൈറ്റിന് നേരെയുള്ള ആക്രമണത്തെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ തൊഴിലാളിയുടെ മരണത്തിൽ കുവൈറ്റിലെ പ്രവാസി സമൂഹം വലിയ ആശങ്കയും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാനിൽ കരയുദ്ധത്തിന് മുതിരുന്നത് അമേരിക്കൻ സൈന്യത്തിന് വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിക്കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. മരണച്ചുഴി എന്നാണ് ഇറാന്റെ ഉന്നത വൃത്തങ്ങൾ ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ആയിരക്കണക്കിന് നാവികരുമായി US കപ്പലായ USS ട്രിപ്പോളി കഴിഞ്ഞ വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിലെത്തിയതോടെയാണ് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിച്ചത്. നയതന്ത്ര പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അമേരിക്ക കരയാക്രമണത്തിന് പദ്ധതിയിടുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലിബാഫ് ആരോപിച്ചു. തങ്ങളുടെ മിസൈലുകൾ സർവ്വസജ്ജമാണെന്നും ഏത് ആക്രമണത്തെയും നേരിടാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാനിൽ ഒരു പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് അമേരിക്ക തയ്യാറായേക്കില്ലെന്നും പകരം തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണങ്ങൾ നടത്താനാണ് സാധ്യതയെന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ US സൈന്യത്തിന്റെ കമാൻഡിംഗ് അധികാരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ കൈകളിലെത്തിയത് സൈന്യത്തെ അപകടകരമായ മരണക്കണിയിലേക്കാണ് നയിക്കുന്നതെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് ഇബ്രാഹിം സൊൽവാഖാരി വിമർശിച്ചു. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തുന്നതും അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. വാണിജ്യ സൈനിക കപ്പലുകളെ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള ഇറാന്റെ ആയുധങ്ങൾ നശിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഏതാനും മാസങ്ങൾ വേണ്ടി വന്നേക്കാമെന്നാണ് USന്റെ കണക്കുകൂട്ടൽ. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. കുറച്ച് ദിവസം ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇറാൻ കുവൈറ്റ് അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ വലിയ മിസൈൽ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അമേരിക്ക ഏത് തരത്തിലായിരിക്കും ഇനി പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത്. എന്തായാലും പശ്ചിമേഷ്യ ശാന്തമായി തുടരുകയാണ്.